ഇത് താമരമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഇതിൻ്റെ ഈ ഒരു ഭാഗം സാൻഡ് പേപ്പറിൽ ഉരച്ചിട്ടുണ്ട്. ഇതിൻ്റെ വൈറ്റ് കാണുന്നുണ്ടോ? അപ്പോൾ അതുവരെ ഇങ്ങനെ ഉരയ്ക്കണം. ഈ ഭാഗം ഉരയ്ക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ 3 എണ്ണമാണ്. ഞാനിത് ഈ ഒരു പാത്രത്തിലാണ് വെള്ളം നിറച്ചത്. അപ്പോൾ എൻ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫിഷ് ടാങ്കിലാണ് ഞാൻ ഇടുന്നത്. സ്വത്തുവിൻ്റെ ഫിഷ് ടാങ്കിലാണ് കേട്ടോ ഇട്ട് വെച്ചിട്ടുണ്ട്. എത്ര എണ്ണം ഇട്ട് വെച്ചിട്ടുണ്ട്? 2 എണ്ണം. 2 എണ്ണം ഇട്ട് വെച്ചിട്ടുണ്ട് അല്ലേ? അതുകൂടി ഇടല്ലേ? അപ്പോൾ സ്വത്തുവിൻ്റെ ഫിഷ് ടാങ്കിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ എന്താണ്ടോ ഈ ഒരു പാത്രത്തിലാണ് ഇടുന്നത് കേട്ടോ. 3 എണ്ണമാണ് ഇടുന്നത്. 3 എണ്ണമാണ് കേട്ടോ ഇടുന്നത് കണ്ടോ. പിന്നെ ഇത് മുളച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. 3 എണ്ണം ഇട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അതല്ല എന്നാണ് നമുക്ക് നോക്കാം, അത് മുളച്ചു വരുമോന്ന് നോക്കാം. 2 എണ്ണം താഴ്ന്നു കിടക്കുന്നുണ്ട് അല്ലേ? സ്വത്ത് കണ്ട് ഈ ഫിഷ് ടാങ്കിനുള്ളിലാണ് ഇട്ടത് കേട്ടോ. ഇവിടെ ഒന്നുണ്ട്. ഇതോ നേരെ കാണാൻ ഇതൊന്ന് ഇതുണ്ടോ? അടുത്ത് കൂടിയിട്ട് അടുത്തത് ഇതായിരിക്കണം. അടുത്ത് ഇടാനാ പറഞ്ഞതേ. അടുത്ത നമ്മുടെ ഇതാണ് ഇടണം. 2 എണ്ണം കൂടി ഇട്. ഇവിടെ അവിടെയും കിടക്കട്ടെ. മുളച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അടുത്ത നമ്മുടെ ഗപ്പികളൊക്കെ നല്ലോണം ഉണ്ട്. അപ്പം 4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ താമര വിത്തൊക്കെ മുളച്ച് വന്നു കേട്ടോ. അത് ഈ ഒരു രീതിയിലായിട്ടുണ്ട്. പൊങ്ങിക്കിടന്നതും മുളച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് താഴ്ന്നു കിടക്കുന്നുണ്ട്. ഒന്ന് മാത്രം മുളച്ച് വന്നിട്ടില്ല കണ്ടോ. അപ്പോൾ ഇന്ന് 7ാമത്തെ ദിവസമായിട്ടോ താമരമുട്ട മുളച്ച് വന്നിട്ട്. ബായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.